ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ഏപ്രിൽ മാസം 16-ാം തീയതി, മേടമാസം 3-ാം തീയതി, ബുധനാഴ്ച. സമയം രാവിലെ 6 മണി. സംസ്ഥാനത്ത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നേരിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് സ്വർണ്ണവില തുടർച്ചയായ 2-ാം ദിവസവും താഴേക്കിറങ്ങി. ഇന്നലെ സംസ്ഥാനത്ത് പവന് 280 രൂപയും ഗ്രാമിന് 35 രൂപയും കുറഞ്ഞ സ്വർണം 70,000 രൂപയ്ക്ക് താഴെയാണ് വ്യാപാരം നടക്കുന്നത്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 69,760 രൂപയും ഗ്രാമിന് 8,720 രൂപയുമാണ് കേരളത്തിൽ സ്വർണത്തിൻ്റെ വില. കഴിഞ്ഞ ആഴ്ചയിൽ വൻ കുതിച്ചുചാട്ടം നടത്തിയ സ്വർണം ചരിത്രത്തിൽ ആദ്യമായി പവന് 70,000 രൂപയ്ക്ക് മുകളിൽ എത്തിയിരുന്നു. ഇപ്പോഴത്തെ കുറവ് നേരിയ ആശ്വാസമാണ് നൽകിയത് എങ്കിലും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതകളാണ് പൊതുവെ കാണുന്നത്. ഇത് ഉപഭോക്താക്കളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിലും കഴിഞ്ഞ ദിവസം നേരിയ തകർച്ച രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില ഇന്നും കാര്യമായ മാറ്റങ്ങളില്ലാതെ $3,227 പരിധിയിലാണ് തുടരുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,512 രൂപ, 1 പവൻ 76,101 രൂപ. സംസ്ഥാനത്ത് ഇന്ന് 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,134 രൂപ, 1 പവൻ 57,076 രൂപ. സംസ്ഥാനത്ത് നിന്ന് 916 സ്വർണ്ണവില 1 ഗ്രാം 8,720 രൂപ, 1 പവൻ 69,760 രൂപ. സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില 1 ഗ്രാം 108 രൂപ, 1 കിലോ 1,08,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്